ഹലോ ഫ്രണ്ട്സ്, മഴതോരും മുമ്പയുടെ ഒരു പുതുപുത്തൻ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബബിതയുടെയും കൃഷ്ണമോളുടെയും സംസാരം കേട്ടിട്ട് ബാലചന്ദ്രന് വല്ലാത്ത വിഷമം തോന്നി. ബാലചന്ദ്രൻ അവിടെ നിന്ന് അവരുടെ അവസ്ഥയെക്കുറിച്ചൊക്കെ ചിന്തിച്ചു പോവുകയാണ്. ബാലചന്ദ്രൻ അലീനയുടെ മുറിയിലേക്ക് പോവുകയാണ്. ആ സമയം അലീന ആരോട് ഫോണിൽ സംസാരിക്കുന്നത് ബാലചന്ദ്രൻ കേൾക്കുകയാണ്. അലീനയുടെ സംസാരത്തിൽ നിന്ന് ബാലചന്ദ്രന് മനസ്സിലാകുന്നുണ്ട് അലീന സംസാരിക്കുന്നത് രേവതിക്കുട്ടിയോടാണെന്ന്. രേവതിക്കുട്ടിയോടെ ചേച്ചിക്ക് ആരെയും വിഷമിപ്പിക്കേണ്ട മോളെ, ചേച്ചിയുടെ ജീവിതം എങ്ങനെയൊക്കെ അങ്ങ് കഴിയട്ടെ എന്നാണ് ചേച്ചി ആഗ്രഹിക്കുന്നത് എന്നൊക്കെ പറയാണ്. ആർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാകരുതെന്നും ഇനിയിപ്പോ മനുവേട്ടന്റെ മനസ്സിൽ അങ്ങനെ ഒരു ആഗ്രഹം വരാൻ കാരണം ഞാനാണെന്ന് എനിക്ക് എപ്പോഴൊക്കെയോ തോന്നി തുടങ്ങിയിരിക്കുന്നു. ഞാൻ മനുവേട്ടനോട് ഒരുപാട് സ്വാതന്ത്ര്യം കാണിച്ചുപോയി. അതുകൊണ്ടായിരിക്കണം മനുവേട്ടന് അങ്ങനെയൊക്കെ തോന്നാനുണ്ടായ കാരണം. രവിതയും കൃഷ്ണമോളും എന്നെ ഇടബലം വിടാതെ പിടിച്ചിരിക്കുകയാണ് എന്നൊക്കെ പറയാണ് അലീന രേവതിക്കുട്ടിയോട്. ചേച്ചിയുടെ ആഗ്രഹം എന്താണെന്ന് രേവതിക്കുട്ടി ചോദിക്കുന്നുണ്ട്. അച്ഛൻ ആഗ്രഹിക്കുന്നത് തന്നെയാണ് ഞാനും ആഗ്രഹിക്കുന്നത്. അതിനെ തുടർന്ന് രേവതിക്കുട്ടിയുടെ അങ്കിളിന്റെയും ആന്റിയുടെയും വിശേഷങ്ങളൊക്കെ ചോദിച്ച് അലീന കോൾ കട്ട് ചെയ്യുകയാണ്. ആ സമയത്ത് ബാലചന്ദ്രൻ ആ റൂമിലേക്ക് കടന്നു വരികയും അലീനയോട് ചോദിക്കുകയും ചെയ്യുകയാണ്. നിന്റെ മനസ്സിൽ ഒരുപാട് വിഷമങ്ങളൊക്കെ ഉണ്ടെന്ന് ഈ അച്ഛനറിയാം. എന്നെ വിഷമിപ്പിക്കാതിരിക്കാൻ വേണ്ടി നീ അതൊക്കെ മറച്ചു വെച്ചിരിക്കുകയാണ്. അച്ഛനതൊക്കെ കണ്ടില്ല എന്ന് നടിക്കുന്നതാണ് കേട്ടോ, കാണാനിട്ടൊന്നുമല്ല. നീ ഇപ്പൊ തൽക്കാലം ഇവിടെ നിന്ന് പോകണ്ട. നിന്റെ സഹോദരങ്ങൾക്കൊപ്പം നീ ഇവിടെ തന്നെ നിന്നാ മതി. അത് തന്നെയാണ് മോളെ ഈ അച്ഛന്റെ ആഗ്രഹം. മനസ്സിൽ സന്തോഷം തോന്നിയെങ്കിൽ അച്ഛൻ അങ്ങനെയൊന്നും വേണ്ട. അച്ഛന്റെ ഇഷ്ടത്തിനെ മറികടന്ന ഒരു ഇഷ്ടമൊന്നും എനിക്കില്ല. അച്ഛൻ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നത് നടന്നാൽ മതി. ആ സമയം നീ ഇവിടെ നിൽക്കുന്നു എന്ന് കരുതി ഞാൻ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നത് നടക്കാതിരിക്കില്ല. നീയും നിന്റെ സഹോദരങ്ങളും ഞാനും, അതായിരിക്കണം ഇനി നിന്റെ ലോകം. പക്ഷെ നിന്റെ അമ്മയെന്ന് പറയുന്ന ആ സ്ത്രീയെ നീ വകവയ്ക്കരുത്. നീ നിന്റെ ജീവിതത്തിലേക്ക് വിളിച്ചു കയറ്റരുത്. അതിന് സമയമാകുമ്പോൾ ഞാൻ പറയാമെന്ന് പറയാണ് ബാലചന്ദ്രൻ. അച്ഛന്റെ ഇഷ്ടം പോലെ നടക്കട്ടെ എന്ന് പറയുന്നുണ്ട് അലീന. പിന്നീട് രോഹിത്തിനെ വിളിക്കുകയാണ് അലീന. ചേച്ചി എന്തായി അവിടുത്തെ കാര്യങ്ങൾ എന്ന് രോഹിത്ത് ചോദിച്ചപ്പോൾ ആ സമയം അങ്കിളുമായി വൈദ്യ ജാമ്യത്തിൽ ഇറങ്ങിയതും ബാലചന്ദ്രനോട് തന്റെയും മനുവേട്ടന്റെയും കാര്യങ്ങൾ അങ്കിൾ സംസാരിച്ചതും അമ്മയ്ക്ക് വേണ്ടി താൻ ജീവിക്കണമെന്ന് ആവശ്യപ്പെട്ടതുമെല്ലാം തുറന്നു പറയാണ്. ഇത് കേട്ട് ദേഷ്യം വന്ന രോഹിത്ത്, ഞാനവിടെ ഉണ്ടായിരുന്നെങ്കിൽ അങ്കിളിന് അതിനുള്ള തക്ക മറുപടി കൊടുത്തേനെ. അമ്മയ്ക്ക് വേണ്ടി ജീവിക്കണം എന്ന് പറയാൻ അങ്കിളിന് എന്താണ് അവകാശം ഉള്ളതെന്ന് പറയാണ്. ചേച്ചിയെ കൊല്ലാൻ ശ്രമിച്ചു, ചേച്ചിയെ തട്ടിക്കൊണ്ടുപോകാൻ സഹോദരന്മാരെ ഏൽപ്പിച്ചതല്ല അവരങ്ങ് മറന്നു കാണുമെന്ന് പറയാണ് രോഹിത്ത്. ശരിയാണ്, അമ്മയുടെ വാക്കുകൾ കേട്ട് ഞങ്ങളും ചേച്ചിയെ ഉപദ്രവിച്ചിട്ടുണ്ട്. അച്ഛൻ എന്നോട് എവിടെ നിന്നും ഇപ്പൊ പോകരുതെന്നാണ് പറഞ്ഞേ. അത് ഇവിടെ അവര് രണ്ടുപേരും വല്ലാതെ വാശി പിടിക്കുകയും ചെയ്യുന്നു. ഞാൻ ഇവിടെ നിൽക്കണമെന്ന് പറഞ്ഞെന്ന് പറയാണ് അലീന രോഹിത്തിനോട്. ഞാൻ പോകുന്നില്ല കേട്ടോ, ഞാൻ ഇവിടെ തന്നെ നിൽക്കുക എന്ന് പറയണ്ട അലീന. അത് വേണ്ടായിരുന്നു, അമ്മയുടെ മുമ്പിൽ ചേച്ചി അവിടെ നിൽക്കരുതായിരുന്നു എന്ന് പറയാണ് രോഹിത്ത്. അത് അച്ഛൻ തോറ്റ പോലെ ആകില്ലേ എന്ന് രോഹിത്ത് പറയാണ്. അച്ഛൻ എന്നോട് ഒരു നിബന്ധന വെച്ചിട്ടുണ്ട്. അമ്മയുടെ കാര്യങ്ങളിലൊന്നും ഇടപെടരുതെന്നും ഞാനും അച്ഛനും ബബിതയും കൃഷ്ണമോളും അടങ്ങുന്നതായിരിക്കണം എന്റെ ലോകമെന്നും പറഞ്ഞിട്ടുണ്ടെന്ന് പറയാണ് അലീന. അമ്മയുടെ കാര്യങ്ങളോ അമ്മയെ തിരിഞ്ഞു പോലും നോക്കരുതെന്നും പറഞ്ഞിട്ടുണ്ടെന്ന് പറയാണ് അലീന. അത് തന്നെയാണ് ചേച്ചി നല്ലതെന്നൊക്കെ പറഞ്ഞിട്ട് പരസ്പരം സംസാരിച്ച രോഹിത്ത് കോൾ കട്ട് ചെയ്യാണ്. ആ സമയം താഴെ ആരോ വന്ന ശബ്ദം കേൾക്കുകയാണ് അലീന. ഒന്നുകൂടെ ശ്രദ്ധിച്ചപ്പോൾ അത് കമലയുടെ ശബ്ദമാണ്. പതിയെ സ്റ്റെപ്പ് ഇറങ്ങി താഴേക്ക് ചെല്ലും തോറും കമലയുടെ ശബ്ദം വളരെ ഉച്ചത്തിൽ തന്നെ കേട്ടു തുടങ്ങി. അതേ കമല സംസാരിക്കുന്ന അലീനയുടെയും മനുവിന്റെയും വിവാഹത്തെ കുറിച്ചാണ്. ബാലേന്ദ്രൻ വളരെ ദേഷ്യത്തിൽ തന്നെയാണ് കമലയെ നോക്കി നിൽക്കുന്നത്. ബാലേന്ദ്രൻ തിരിച്ചൊന്നും പറയുന്നുമില്ല. നിങ്ങൾക്ക് ഇവിടെ വേലക്കാരി ആവശ്യമുണ്ടെങ്കിൽ ഇവിടെ വച്ചുകൊണ്ടിരിക്കാം. അതാരുടെ കണ്ണ് കെട്ടിയിട്ടാണെങ്കിലും ആരോട് നുണ പറഞ്ഞിട്ടാണെങ്കിലും. കുറച്ചു കാലം പറഞ്ഞുണ്ടാക്കി അച്ഛൻ എവിടെ നിന്ന് ഇറക്കുമതി ചെയ്തതാണെന്ന്. പിന്നെ ബാലേന്ദ്രൻ പറഞ്ഞുണ്ടാക്കി ബാലേന്ദ്രൻ ഏതോ ഒരുത്തിയിൽ ജനിച്ചവളാണ് അവളെന്ന്. ഇനിയും പല കഥകളും നിങ്ങൾ ഇറക്കുമെന്ന് ഈ കമലയ്ക്ക് അറിയാം. എന്റെ മകനെ കണ്ടിട്ടാണ് ഇവളെ ഇവിടെ വെച്ചുകൊണ്ടിരിക്കുന്നെങ്കിൽ അത് നിങ്ങളങ്ങ് മറന്നേക്ക്. അവനെ നല്ല വിവരവും വിദ്യാഭ്യാസവും ഉള്ള നല്ല അച്ഛനമ്മയ്ക്ക് ഉണ്ടായ നല്ല തറവാട്ടിൽ ജനിച്ചവനാ. അച്ഛൻ ആരാണെന്നും കുടുംബം ആരാണെന്നും അറിയാത്ത കണ്ട തെണ്ടിപ്പെണ്ണുങ്ങളെ കല്യാണം കഴിക്കേണ്ട അവസ്ഥയൊന്നും അവന് വന്നിട്ടില്ല. എന്റെ ശിവേട്ടനെ നിങ്ങളുടെ മുമ്പിൽ വരേണ്ട ആവശ്യമോ താല്പര്യമോ ഒന്നുമില്ല. പക്ഷെ ഈ കമലയ്ക്ക് അങ്ങനെയൊന്നുമല്ല. ഞാൻ നല്ല കുടുംബത്തിൽ ജനിച്ചവളാണ്. എനിക്ക് എന്റെ സഹോദരങ്ങളോട് മറുപടി പറയേണ്ടി വരും. നിന്റെ മൂത്ത മകൻ വിവാഹം കഴിക്കുന്ന ആരെയാണെന്ന് ചോദിച്ചാലേ ഭർത്താവിന്റെ സഹോദരിയുടെ വീട്ടിലെ വേലക്കാരിയാണെന്ന് പറയാനേ എനിക്കല്പം കുറച്ചിലുണ്ട്. നിങ്ങൾ അതുകൊണ്ട് തന്നെ ഈ വേലക്കാരിയോട് പറഞ്ഞ് മനസ്സിലാക്കിയേക്ക എന്റെ മോനെ പാട്ടിലാക്കാൻ ശ്രമിക്കേണ്ടതെന്ന് പറയാണ് കമല. ആ സമയം സ്റ്റെയർ കേസിൽ ഇതെല്ലാം കേട്ടു നിൽക്കുന്ന അലീനയെ കമല കാണുകയാണ്. അലീനയെ കണ്ടതും കുറച്ചുകൂടി രൂക്ഷഭാവത്തിൽ അലീനയുടെ അടുത്തെത്താണ് കമല. നീ ഈ ലോകത്തുള്ള സകല ആണുങ്ങളെയും വലവീശി പിടിച്ചു. വന്നു കയറിയ ഉടനെ ആ രോഹിത്തിനെ നിന്റെ വഴിക്കാക്കി. അത് കഴിഞ്ഞ് എന്റെ മക്കളെ ഇളവേനെ ഒരു വഴിക്കാക്കി ജയിലിലാക്കിയപ്പോൾ നിനക്ക് സമാധാനം കിട്ടി. ഇനി മൂത്തവനാ, അവൻ നിന്റെ കാഴ്ചകൂട്ടിൽ. അവനെ നിന്റെ വിവാഹം കഴിക്കണം പോലും. വേറെ ലോകത്തെ പെണ്ണുങ്ങളില്ലാത്ത പോലെ. കമലയുടെ വാക്കുകൾ അലീനയ്ക്ക് സഹിക്കാൻ കഴിയുന്നതിലും അപ്പുറമായിരുന്നു. ഒരിക്കലും നിങ്ങളുടെ മകന്റെ ഭാര്യയായി ഞാൻ നിങ്ങളുടെ വീട്ടിലേക്ക് വരില്ല എന്ന് ഒടുക്കം അലീന പറയുന്നുണ്ട്. അതോർത്ത് നിങ്ങൾ പേടിക്കേണ്ടാന്ന് അലീന കമലയോട് പറയുന്നുണ്ട്.
മതിയടി വേലക്കാരി നിന്റെ നാടകം. എന്റെ മകനെ വാലവാശി പിടിച്ചിട്ട് ഇപ്പോൾ അവൾ പറയുന്നു അതൊന്നും ആഗ്രഹിച്ചിട്ടില്ലാന്ന്. പിന്നെ എന്താണ് നീ ആഗ്രഹിക്കുന്നത് എന്ന് കമല ചോദിക്കുകയാണ്. ഇതൊക്കെ കേട്ട് നിൽക്കുകയാണ് ബബിതയും കൃഷ്ണമോളും. ബബിത ചാടിക്കടിച്ച്, നിങ്ങൾ കുറച്ചു മുമ്പ് പറഞ്ഞില്ലേ നിങ്ങളുടെ ഇളയ മകനെ ജയിലിലാക്കിയിട്ട് സമാധാനമില്ലാതെയാണ് ചേച്ചി മൂത്ത മകളെ ആളെ വിലയിലാക്കിയത് എന്നൊക്കെ. ഇതൊക്കെ നിങ്ങൾ എവിടെ നിന്നാണ് പഠിച്ചത്? നിങ്ങൾക്കൊരു ബോധമില്ലേ? നിങ്ങളുടെ മകൻ ജയിലിലായത് എങ്ങനെയാണെന്ന് നിങ്ങൾക്കറിയില്ലേ എന്ന് പറയാണ് ബബിത. ഒന്നും മിണ്ടാതെ കമല നിന്നപ്പോൾ, എന്തുപറ്റി? നിങ്ങളുടെ നാവിറങ്ങിപ്പോയോ? നിങ്ങൾക്ക് എന്തും പറയാമെന്നാണോ? ചേച്ചി നിങ്ങളുടെ വീട്ടിലേക്ക് ഒരിക്കലും വലിഞ്ഞു കയറി വരില്ല. സംസാരം കേട്ടാ തോന്നൂല്ലോടി നിന്റെ കൂടപ്പുറപ്പുകളെ ആരെങ്കിലും ആണ് എന്റെ മകൻ കല്യാണം കഴിക്കാൻ പോകുന്നതെന്ന് പറയണ കമല. അങ്ങനെയാണെങ്കിൽ പറയാൻ എനിക്ക് കുറച്ചുകൂടി അന്തസ്സുണ്ടായേനെന്ന് പറയണ കമല. ഇതിപ്പോ ഞാൻ എന്താടി പറയേണ്ടത്? നിന്റെയൊക്കെ സംസാരം കേട്ടാ തോന്നുമല്ലോ കൊമ്പ് കോർത്ത് അച്ഛന്റെയും അമ്മയുടെയും മോളാണെന്ന്. അവളെ ഞങ്ങൾക്ക് കിട്ടുന്നത് പുണ്യാണെന്നൊക്കെ തോന്നുമല്ലോടി എന്നൊക്കെ പറയണ കമല. അതെ, അതാണ് ഞാൻ പറയാമെന്നത്. ചേച്ചിയെ പോലെ ഒരു പെൺകുട്ടിയെ നിങ്ങളുടെ മരുമകളായി കിട്ടാൻ മാത്രം നിങ്ങൾ യാതൊരു പുണ്യവും ചെയ്തിട്ടില്ല എന്ന് പറയണ ബബിത. എന്തായാലും അത്രയും ഗുണങ്ങളൊന്നും ഞങ്ങൾക്ക് വേണ്ട. നീ പറഞ്ഞ വേലക്കാരി ചേച്ചിയെ വല്ല വേലക്കാർക്ക് കെട്ടിച്ചു കൊടുത്താൽ മതി എന്ന് പറയണ കമല. അല്ലെങ്കിൽ ഇവളെ പോലെ തന്തയും തള്ളയും ആരാണെന്നറിയാൻ തലഞ്ഞു നടക്കുന്നവന്മാരുണ്ടാകുന്നവന്മാർക്ക് പിടിച്ചു കൊടുത്താൽ മതി എന്ന് പറയണ കമല. ആ പറഞ്ഞത് കേട്ടെന്ന് ബാലേന്ദ്രൻ ഒരലർച്ചയായിരുന്നു കമലയ്ക്ക് നേരെ. നിർത്തുന്നുണ്ടോ നിന്റെ അധികപ്രസംഗം? ഇനി ആ നാവ് കൊണ്ട് എന്തെങ്കിലും ഉച്ചരിച്ചാൽ ആ നാവ് ചവിട്ടി പുറത്തിടുന്നു പറയാണ് ബാലേന്ദ്രൻ. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കിക്കോ, ഈ ലോകത്ത് ആരെ എതിർത്താലും മനവും മലിനിയും ഒന്നിച്ചു ജീവിക്കണമെന്ന് ആഗ്രഹിച്ചാൽ ഈ ബാലേന്ദ്രനെ പൊക്കിയ ജീവനുണ്ടെങ്കിൽ അത് ബാലേന്ദ്രൻ നടത്തി കൊടുക്കുമെന്ന് പറയാണ് ബാലേന്ദ്രൻ. നിങ്ങളൊരാഴ പറഞ്ഞ് അവൾ അനാഥയാണെന്ന്. ബോധമില്ലാത്ത നിങ്ങൾക്കാണ് അവളുടെ അച്ഛനെയും അമ്മയും അറിയാത്തത്. ഇവിടെ നിൽക്കുന്ന എല്ലാവർക്കും അറിയാം അവളുടെ അച്ഛനെയും അമ്മയും. നിങ്ങളെപ്പോലെ ഒരു വിവരം കിട്ട സ്ത്രീയോട് അത് മനസ്സിലാക്കി തരേണ്ട ബാധ്യതയൊന്നും എനിക്കില്ല. നിങ്ങൾ മുമ്പ് പറഞ്ഞില്ലേ നിങ്ങളുടെ ശിവേട്ടനെ ഇങ്ങോട്ട് വന്ന് എന്നോട് സംസാരിക്കാൻ താല്പര്യമില്ലാന്ന്. അത് താല്പര്യമൊന്നും ഇല്ലാഞ്ഞിട്ടല്ല, അയാൾക്ക് കുറച്ച് ബോധം വെച്ചിട്ടുള്ളത് കൊണ്ടാണ്. അയാൾക്കറിയാം ഈ നിൽക്കുന്ന അലീന ആരാണെന്ന്. കുടുംബസ്വത്ത് കൈവശം വെച്ച് കൈകാര്യം ചെയ്യുന്നുണ്ടല്ലോ. ഇടയ്ക്ക് ആ ആധാരം ഭർത്താവിന്റെ കയ്യിൽ നിന്ന് മേടിച്ച് വായിച്ചു നോക്ക്. അതിൽ വ്യക്തമായി എഴുതിയിട്ടുണ്ട് ആ ഭൂമിയുടെയും പറമ്പിന്റെയും വെറും നോട്ടക്കാരി മാത്രമാണ് നിങ്ങളെന്നും അതിന്റെ അവകാശി മറ്റൊരാളാണെന്നും. അവകാശിയെ മനസ്സിലാകുമ്പോൾ എന്നെ ഒന്ന് വിളിച്ച് പറഞ്ഞേക്ക്. ബാലേന്ദ്രൻ പറയുന്നത് ശരിയാണെന്നും അയാളെ ഞാൻ കണ്ടെത്തിയെന്നും കമലയ്ക്ക് ബാലേന്ദ്രൻ പറഞ്ഞ ഒരു വാക്കും മനസ്സിലായില്ല. കമല ബാലേന്ദ്രനോടായി ചോദിക്കുന്നുണ്ട്, നിങ്ങളിത് എന്തൊക്കെയാ ബാലേന്ദ്രൻ വിളിച്ചു പറയുന്നേ? നിങ്ങൾക്ക് എന്താ സ്വബോധം നഷ്ടപ്പെട്ടോ എന്ന് ചോദിക്കാണ് കമല. കുടുംബസ്വത്തിന്റെ അവകാശിയോ? ആര്, ഇവളോ? അതാണോ ബാലേന്ദ്രൻ പറഞ്ഞതിന്റെ അർത്ഥം എന്ന് ചോദിക്കുന്നുണ്ട് കമല. അങ്ങനെ ഞാൻ പറഞ്ഞില്ലല്ലോ കമലിലെത്തി എന്ന് പറയാണ് ബാലേന്ദ്രൻ. ഞാൻ പറഞ്ഞത് ആ കുടുംബസ്വത്തിൽ ഒരു അവകാശി കൂടി ഉണ്ടെന്നും അതൊന്ന് വായിച്ചു നോക്കാനും മാത്രമല്ലേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അത് അലീനയാണെന്ന് പറഞ്ഞിട്ടില്ലല്ലോ എന്ന് പറയാണ് ബാലേന്ദ്രൻ. നിങ്ങൾ നല്ല സാമർഥ്യമുള്ള സ്ത്രീയല്ലേ, നിങ്ങൾ പോയി കണ്ടുപിടിക്കുന്നു പറയാണ് ബാലേന്ദ്രൻ. ആ സമയം ഒന്നും പറയണ്ട അച്ഛാ, അവര് പറയുന്നതിലും കാര്യമില്ലേ. എവിടെ നിന്നും കയറി വന്ന ഒരു പെണ്ണ് അവരുടെ ജീവിതത്തിലേക്ക് വലിഞ്ഞു കയറാൻ ശ്രമിക്കുമ്പോൾ ഏതൊരു അമ്മയ്ക്കും ഉണ്ടാകുന്ന വിഷമമാണ് അവര് പറഞ്ഞത്. കമലയുടെ അടുത്തേക്ക് ഒന്നുകൂടി നടന്നു വന്ന് അലീന കൈകൂപ്പി പറയാണ്, അച്ഛൻ പറയുന്നതൊന്നും നിങ്ങൾ കാര്യാക്കരുത്. നിങ്ങളുടെ മകന്റെ ജീവിതത്തിലേക്ക് അലീന ഒരിക്കലും വരില്ല എന്ന് പറയാണ് അലീന. അതൊരു പക്ഷെ നിങ്ങളുടെ സമ്മതത്തോടെ ആണെങ്കിൽ പോലും അത് നിങ്ങളുടെ മകനെ നിങ്ങൾക്ക് പറഞ്ഞു മനസ്സിലാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഞാൻ പറഞ്ഞോളാം. അതിന് നിന്റെ ഒരാതിനൊന്നും വേണ്ടടി. ഞാനേ എന്റെ മകൻ ഒരു പെൺകുട്ടിയെ കണ്ടെത്തിയിട്ടുണ്ട്, എനിക്കറിയാതെ അവനെ പറഞ്ഞു മനസ്സിലാക്കാൻ എന്ന് പറയാണ് കമല. ഇനി ഒരിക്കലും മനുവേട്ടൻ ഇവിടെ വന്നാൽ പോലും ഞാൻ സംസാരിക്കില്ല. ഇത് അലീനയുടെ വാക്കാണെന്ന് പറയുന്നുണ്ട് കേട്ടോ അവൾ. ഞാനായിട്ട് ആരുടെയും മനസ്സ് വേദനിപ്പിക്കില്ല, വേദനിപ്പിക്കാൻ ഇടയാക്കല്ലേ എന്ന് മാത്രമാണ് ഒരു ദിവസവും ഞാൻ എഴുന്നേൽക്കുമ്പോൾ വിചാരിക്കുന്നത്. അങ്ങനെയുള്ള ഞാൻ നിങ്ങളുടെ മനസ്സ് വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളെല്ലാം ക്ഷമിക്കണം എന്നൊക്കെ പറയാണ് അലീന. അത് പറഞ്ഞ് കമലയുടെ മുന്നിൽ കൈകൂപ്പുന്നുണ്ട് കേട്ടോ അലീന. അലീന എല്ലാം പറഞ്ഞു തീർന്നപ്പോൾ കൃഷ്ണമോ കമലയുടെ അടുത്തായി വന്ന് ചോദിക്കുന്നുണ്ട്, ചേച്ചിക്ക് പറയാനുള്ളതൊക്കെ പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് സമാധാനമായില്ലേ? ഇനി പോകാൻ നിങ്ങളോട് ആരാ പറയേണ്ടതെന്നും കൃഷ്ണമോൾ ചോദിച്ചപ്പോൾ കമലയ്ക്ക് ഒരു അടി കിട്ടിയ പോലെയാണ് തോന്നിയത്. ഒരു വേലക്കാരിക്ക് വേണ്ടിയാണോ കൃഷ്ണയെ നീ നിന്റെ അങ്കിളിന്റെ ഭാര്യയോട് സംസാരിക്കുന്നതെന്ന് പറയുന്നുണ്ട് കമല. നിങ്ങൾ എന്റെ അങ്കിളിന്റെ ഭാര്യയാണെങ്കിൽ ആ കരഞ്ഞുകൊണ്ട് പോയത് എന്റെ ചേച്ചിയാ. അവനെ വേദനിപ്പിച്ച ഒരാളോട് ഞാൻ ഇങ്ങനെ പെരുമാറിയില്ലെങ്കിൽ ദൈവം എന്നോട് പൊറുക്കില്ല എന്ന് പറയാണ് കൃഷ്ണ. ഇത് പറഞ്ഞ കൃഷ്ണ അങ്ങോട്ട് പോവുകയാണ്. പിന്നാലെ ബബിതയും. കമലയെ രൂക്ഷമായി നോക്കിയിട്ട് ബാലേന്ദ്രനും അങ്ങോട്ട് പോകുന്നുണ്ട്. കമലയും എല്ലാം കേട്ട് കഴിഞ്ഞ് തൃപ്തിയായി അവിടെ നിന്നും ഇറങ്ങുന്നുണ്ട്. അലീന കമലയ്ക്ക് കൊടുത്ത വാക്ക് കേട്ട് ദുഃഖിക്കുകയാണ് ബാലേന്ദ്രനും ബബിതയും കൃഷ്ണമോളും. കാരണം അലീന മനുവിനെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ടെന്ന് അവർക്കൊക്കെ അറിയാം. അലീന ആ പറഞ്ഞത് എങ്ങനെ തിരുത്താമെന്നായിരുന്നു എല്ലാവരുടെയും മനസ്സിലുള്ള ചിന്ത.